നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിന് ശവക്കല്ലറി ഒരുക്കാനാണോ ശശി തരൂരിന്റെ പുറപ്പാട്? ഈ അങ്കലാപ്പിലാണിപ്പോൾ കോൺഗ്രസ് അണികൾ. കേരള സർക്കാരിനെ മുച്ചൂടും പ്രശംസിക്കുന്ന ശശി തരൂർ. കേരളത്തിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ചാണ് ശശി തരൂരിന്റെ പരാമർശം. ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ആ ലേഖനം ഇപ്പോൾ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായിരിക്കുന്നു. ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി പി രാജീവും MP ഗോവിന്ദനുമൊക്കെ കൈകൊട്ടിച്ചിരിക്കുന്നു. മറുവശത്ത് കോൺഗ്രസ് വീട്ടിനുള്ളിൽ ഇപ്പോൾ പരസ്പരം തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ വ്യവസായ രംഗത്തുണ്ടായ മാറ്റത്തെ പുകഴ്ത്തി കോൺഗ്രസ് നേതാവ് ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനമാണ് ഇപ്പോൾ വിവാദങ്ങൾ കെട്ടഴിച്ചു വിടാനുള്ള കാരണം. 2024 ഗ്ലോബൽ ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടി അധികമാണ് എന്ന് ശശി തരൂർ അടയാളപ്പെടുത്തുന്നു. പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന തലക്കെട്ടിലാണ് ഈ ലേഖനം. കാട്ടിലെ പുലിയുടെ പേരിൽ ഇപ്പോൾ വീട്ടിലെ പട്ടി തല്ലുകൊള്ളുന്ന അവസ്ഥയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം ഇപ്പോൾ 1ാം സ്ഥാനത്തെത്തിയ കാര്യവും ശശി തരൂർ എടുത്തു പറയുന്നു. വ്യവസായ മന്ത്രി പി രാജീവിന്റെ പേര് ശശി തരൂർ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. കേരളത്തെക്കുറിച്ച് ഇതുവരെ കേട്ടതും ഊഹിച്ചതുമായ കാര്യങ്ങളിൽ നിന്ന് സ്വാഗതാർഹമായ മാറ്റമാണിത്. 1-2 വർഷം മുൻപ് സിംഗപ്പൂരിലും അമേരിക്കയിലുമൊക്കെ ഒരു കമ്പനി തുടങ്ങാൻ 3 ദിവസമായിരുന്നു വേണ്ടിയിരുന്നത്. ഇന്ത്യയിൽ ഇതിനാവശ്യമായി വരുന്നതോ 114 ദിവസം. കേരളത്തിൽ അത് 236 ദിവസവും. എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വ്യവസായ മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചത് 2 മിനിറ്റിനുള്ളിൽ കേരളത്തിൽ ഒരു ബിസിനസ് തുറക്കാൻ കഴിയുമെന്ന്. ഇത് സത്യമാണെങ്കിൽ അതൊരു അതിശയകരമായ മാറ്റമാണ്. ലേഖനത്തിൽ ശശി തരൂർ സാക്ഷ്യപ്പെടുത്തി. തൊട്ടുപിന്നാലെ കോൺഗ്രസിൽ വിവാദങ്ങൾ ഉയർന്നു കത്തി. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വന്ന ശശി തരൂർ അടിവരയിട്ട് പറഞ്ഞു, താൻ പറഞ്ഞതിൽ മാറ്റമില്ല, വേണമെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് തന്നെ മാറ്റിക്കോട്ടെ. കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് ശശി തരൂർ ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കുമ്പോൾ അത് വലിയ തലവേദനയാണ് പാർട്ടിക്ക് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ചോദിച്ചു പോകുന്നത്, ശശി തരൂരിൻ്റെ ഈ ഭാവം കാണുമ്പോൾ കോൺഗ്രസിൽ തന്നെ നിൽക്കണോ അതോ പോണോ? ഇതാണ് അവസ്ഥ. LDFിനോടുള്ള വിരോധം നാടിനോടുള്ള വിരോധമായി മാറരുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞു. കോൺഗ്രസ് MP ശശി തരൂരിനെ പേരെടുത്തു പറയാതെ പിന്തുണച്ച് പുകഴ്ത്തുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അദ്ദേഹം വിമർശനമുന്നയിക്കുകയും ചെയ്തു. മാതൃകയാക്കത്തക്ക തരത്തിലുള്ള ഒരു വികസനമാണ് കേരളത്തിൻ്റേത്. കാര്യങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ജനപ്രതിനിധി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി. ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ ഇത്തരമൊരു ലേഖനം എഴുതിയത് എന്ന് VD സതീശൻ ചോദിക്കുന്നു. അതിനു മറുപടിയും ശശി തരൂരിന്റെ പക്കലുണ്ട്. ആഗോളതലത്തിലുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരമൊരു നിഗമനം ആ ലേഖനത്തിൽ എഴുതിയത്. ലേഖനത്തെ ഒരു വിധത്തിലും ശശി തരൂർ തള്ളിപ്പറയുന്നില്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലേഖനം കുറിച്ചത് എന്ന് ശശി തരൂർ പറയുമ്പോൾ VD സതീശനെ പൂർണ്ണമായി തള്ളിപ്പറയുകയാണ് ശശി തരൂർ. കേരളത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ശശി തരൂർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാവാം എന്നാണ് രമേശ് ചെന്നിത്തല പ്രസ്താവന നടത്തിയത്. ഇവിടെ 1 മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാനല്ല, 1 മിനിറ്റ് കൊണ്ട് വ്യവസായം പൂട്ടിക്കാനാണ് CPM വിദഗ്ധരുള്ളത് എന്ന് ചെന്നിത്തല പറയുന്നു. എന്നാൽ തരൂർ പറഞ്ഞത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പി രാജീവ് ഉറപ്പിച്ചു പറയുന്നു. കേരളത്തിന്റെ വ്യവസായ നേട്ടം ലോകം അംഗീകരിച്ചതാണ്. ഇത് സംബന്ധിച്ച് വിവാദമുണ്ടാക്കി ഏറ്റുമുട്ടുന്നത് കേരളത്തിന് ഗുണകരമാവില്ല. കേരളത്തിന്റെ ഈസ് ഓഫ് ഡൂയിങ് ലോകം അംഗീകരിച്ചതാണ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ആളുകളെ അങ്ങോട്ട് ക്ലാസ് എടുക്കാൻ ക്ഷണിച്ചിരിക്കുന്നു. തരൂരിനേക്കാൾ നന്നായി ഇത് പറയാനാകില്ല എന്ന് MP ഗോവിന്ദൻ പറയുമ്പോൾ അത് കോൺഗ്രസ് നേതാക്കൾക്ക് മുഖമടച്ചുള്ള മറുപടിയാണ്. തരൂർ പറഞ്ഞ കാര്യം മറ്റാർക്കും ഇതിനേക്കാൾ നന്നായി പറയാനാവില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ദൈവത്തിന്റെ സ്വന്തം നാട് വ്യവസായത്തിന്റെ കാര്യത്തിൽ ചെകുത്താന്റെ കളിസ്ഥലമാണ് എന്ന് മുൻപ് പറയാറുണ്ട്. എന്നാൽ ഇപ്പോൾ മാറിയെന്നാണ് തരൂർ പറഞ്ഞത്. അത് നല്ല രീതിയിൽ വിശദീകരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞങ്ങൾ എത്ര പറഞ്ഞാലും അത് പ്രചരണമായി മാത്രമേ കാണുകയുള്ളൂ, അവിടെ ഒന്നും നടക്കില്ല എന്ന് പറയുന്ന പ്രതിപക്ഷത്തിനുള്ള മറുപടിയാണ് തരൂരിൻ്റേത്. ശശി തരൂർ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ലേഖനത്തിൽ ഇങ്ങനെയൊരു പരാമർശം നടത്തിയത് എന്ന് KC വേണുഗോപാൽ ചോദിക്കുന്നു. യാഥാർത്ഥ്യം അറിയാതെയുള്ള പ്രതികരണമാണ് തരൂരിൻ്റേത്. എന്നാൽ എല്ലാ യാഥാർത്ഥ്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ പ്രതികരണം നടത്തിയത് എന്ന് ശശി തരൂർ മറുപടി പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഉത്തരം മുട്ടിപ്പോകും. കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയൻ സർക്കാരിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വിമർശനങ്ങളല്ലാതെ എന്തു വിമർശനമാണ് ഇവിടുത്തെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയത്? താൻ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി കളത്തിലിറങ്ങി. ശശി തരൂരിൻ്റെ മനസ്സിൽ ഒരുപക്ഷെ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടാവാം.
ഒരു സമയം ശശി തരൂർ അടുത്ത കേരള മുഖ്യമന്ത്രിയാവുമെന്നു വരെ ചിലർ പ്രചരിപ്പിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി പദത്തിനായി രണ്ട് നേതാക്കൾ തമ്മിൽ പരസ്പരം ശണ്ട കൂടുന്നതാണ് കേരളം കണ്ടത്. ഒരു വശത്ത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, മറുവശത്ത് രമേശ് ചെന്നിത്തല എന്ന മുൻ പ്രതിപക്ഷ നേതാവ്. ഇരു നേതാക്കളുടെയും മനസ്സിൽ മുഖ്യമന്ത്രി പദം മാത്രമാണ് മോഹം. എന്നാൽ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ കാര്യമായി കേരളത്തിൽ നടക്കുന്നില്ല. സർക്കാരിനെതിരെ ചെറുവിമർശനങ്ങൾ നിയമസഭയിൽ ഉയർത്തുന്നു എന്നതൊഴിച്ചാൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന യാതൊരുവിധ നീക്കങ്ങളും നടക്കുന്നില്ല. സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങളില്ല. കേരളത്തിന്റെ വികസന മുരടിപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ ഒരു നടപടിയും കൈക്കൊള്ളാത്ത പ്രതിപക്ഷം ശശി തരൂരിന്റെ ഈ പ്രസ്താവന എടുത്തുയർത്തി എന്തിനാണ് പെട്ടെന്ന് ഇത്തരം പ്രതിഷേധങ്ങളുമായി കളത്തിലിറങ്ങിയത്? അതിപ്പോൾ UDF-നെയും കോൺഗ്രസിനെയും തിരിച്ചുകുത്തി. പിണറായി വിജയന്റെ തുടർഭരണം കേരളത്തിൽ ഒട്ടനവധി വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. എന്നാൽ ആ വിവാദങ്ങൾ വേണ്ടത്ര പ്രാധാന്യത്തോടെ പ്രതിഷേധ സമരങ്ങളായി നിലനിർത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. കേരളത്തിലെ അരാജകത്വവും ക്യാമ്പസുകളിലെ റാഗിങ്ങും എത്രയെത്ര പീഡനങ്ങളും കൊടും കൊലപാതകങ്ങളുമൊക്കെ ജനങ്ങളെ ഓരോ ദിവസവും പരിഭ്രാന്തപ്പെടുത്തുന്നു. എന്നിട്ടും ഇത്തരം സംഭവങ്ങളിൽ ആധികാരികമായ പ്രതികരണങ്ങൾ നടത്താനോ അതിൻ്റെ തുടർ പ്രതിഷേധ പരിപാടികൾക്കോ UDF-നോ കോൺഗ്രസിനോ കഴിയുന്നില്ല. അവിടെയുള്ള തമ്മിൽ തല്ല് അവസാനിപ്പിച്ചാൽ മാത്രമല്ലേ ഇത്തരം പൊതുസമരങ്ങളിലേക്ക് എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയൂ. കുഞ്ഞാലിക്കുട്ടി ചില വിമർശനങ്ങളുമായി രംഗത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്ന് ശശി തരൂർ പിന്നീട് കൂട്ടിച്ചേർത്തു. ഒരിക്കൽ ശശി തരൂരിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ ഇറങ്ങിത്തിരിച്ച മുസ്ലിം ലീഗും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ പുതിയ തരൂരിന്റെ പ്രസ്താവനകളിൽ ആകെ നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ്. ശശി തരൂരിന്റെ ലേഖനത്തിൽ കേരള സർക്കാരിനെ മാത്രമല്ല നരേന്ദ്രമോദിയെ പ്രശംസിച്ചിരുന്നു. സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ നല്ലത് ചെയ്താൽ അത് അംഗീകരിക്കുമെന്നാണ് ശശി തരൂർ പിന്നീട് വ്യക്തമാക്കിയത്. മോശം കാര്യങ്ങളാണെങ്കിൽ വിമർശിക്കുക എന്റെ പതിവാണ്. വസ്തുതകളുടെ അടിസ്ഥാനത്തിലും രേഖകൾ ഉദ്ധരിച്ചും തീയതികളും അക്കങ്ങളും ഉൾപ്പെടെയാണ് ലേഖനം എഴുതിയത്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ കണ്ടത്. സർക്കാരിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ചല്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ കേരളത്തിൽ നിരീക്ഷണം നടത്തി പഠിച്ച് സ്റ്റാർട്ടപ്പുകളുടെ വാല്യുവേഷൻ അനുസരിച്ച് തയ്യാറാക്കിയതാണ്. തിരുവനന്തപുരത്ത് ഹഡിൽ ഗ്ലോബലിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലേഖനം എഴുതിയത് എന്നും ശശി തരൂർ ഉറപ്പിച്ചു പറയുന്നു. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ഗൗരവത്തോടെ കാണുന്നുവെങ്കിൽ ചില കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി കാണണം. കേരളീയർ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട്. അതുപോലെ വികസനം കാണണമെങ്കിൽ നമ്മൾ എല്ലാത്തിലും ഒരുപോലെ ചിന്തിച്ച് മുന്നോട്ട് പോകണം. ഞാൻ വർഷങ്ങളായി ആവശ്യപ്പെട്ട ഓരോരോ കാര്യങ്ങൾ 18 മാസത്തിൽ കേരള സർക്കാർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പോകണം എന്ന് ഞാൻ കയ്യടിച്ചു പറയും. നയങ്ങളിൽ CPM വരുത്തിയ മാറ്റമാണ് ഈ ലേഖനമെന്ന് ശശി തരൂർ ഇടയ്ക്കൊന്ന് മയപ്പെടുത്തിയെങ്കിലും ഇന്ന് തരൂരിന്റെ ഭാവവും രൂപവും ഒക്കെ മാറി. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇത് ശശി തരൂർ പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല ദേശീയ തലത്തിലെ കോൺഗ്രസ് നേതാക്കൾ വെട്ടിലകപ്പെട്ട് നിൽക്കുന്നു. ശശി തരൂർ എഴുതിയ ഈ ലേഖനത്തിന്റെ പേരിൽ വിവാദ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. ലേഖനത്തിൽ പറഞ്ഞ വസ്തുതകൾ വാസ്തവവിരുദ്ധമാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത സതീശന്റെയും മറ്റ് നേതാക്കളുടെയും ഒക്കെ തോളിൽ തന്നെയാണ്. പറഞ്ഞ കാര്യങ്ങളിൽ തരൂർ ഉറച്ചു നിന്നതോടെ കോൺഗ്രസ് നേതാക്കൾ കൂടുതൽ വെട്ടിലാകുന്നു. ഇവിടെയാണ് നമ്മൾ ഇടതുപക്ഷ സർക്കാരിന്റെ 3ാം ഭരണത്തെക്കുറിച്ച് പേടിക്കേണ്ടത്. എല്ലാ വിവാദങ്ങളും മുൻപ് ചെന്നെത്തി നിന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ മാത്രമാണ്. LDF ഈ സമയങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. വാർഡ് തലങ്ങളിൽ ശക്തമായ സംഘടനാ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ CPM-ന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3ാം വട്ടവും അധികാരത്തിലേറുക തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഏകദേശം 40ഓളം സീറ്റുകൾ തങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റാണ് എന്ന് CPM വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകളിൽ ശ്രദ്ധയൂന്നി വിജയമുറപ്പിക്കാൻ അവർ സംഘടനാ തലത്തിൽ ഇപ്പോൾ രൂപരേഖ തയ്യാറാക്കി പ്രവർത്തിക്കുന്നു. മറുവശത്ത് ഒരാൾക്കൂട്ടം മാത്രമായി അവശേഷിക്കുകയാണ് ഇപ്പോഴും UDF. നേതാക്കൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്നു, തമ്മിൽ തല്ലുന്നു. ഒരു വശത്ത് വി ഡി സതീശനും മറുവശത്ത് രമേശ് ചെന്നിത്തലയും നേർക്കുനേർ പോർവിളിക്കുമ്പോൾ KC വേണുഗോപാലിനെ പോലെയുള്ളവർ നൂഴ്ന്നിറങ്ങി ഏതെങ്കിലും വിധത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള സ്വപ്നം കണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ശശി തരൂർ ഇപ്പോൾ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. തനിക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എങ്കിൽ കേരളത്തിൽ അടുത്ത തവണയും UDF തോൽക്കട്ടെ എന്നാണോ ശശി തരൂർമാരുടെ വിചാരം? അതുകൊണ്ട് തന്നെയാണോ ഇത്തരം കാടൻ പ്രയോഗങ്ങൾ ഇടയ്ക്കിടെ ശശി തരൂർ പ്രയോഗിക്കുന്നതും? എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരുവിധ ആരോപണങ്ങളും ഉയർത്താൻ ഇപ്പോൾ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല.
സജീവമായി നിലനിർത്തിയ ഒരൊറ്റ അഴിമതി ആരോപണം പോലും ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന് മേലില്ല. പരസ്പരം പഴിപറഞ്ഞ് പരസ്പരം വെട്ടിക്കൊല്ലുന്നതിന് പകരം സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രതിഷേധ സമരങ്ങളുമായി കോൺഗ്രസും UDFും ഒക്കെ കളത്തിലിറങ്ങട്ടെ. അതല്ലാതെ സ്വയം ഒടുങ്ങാനാണോ ഈ സംവിധാനത്തിന്റെ പദ്ധതി? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.